+2 തലത്തിൽ ബയോളജി പഠിച്ച ആളുകൾക്ക് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ ധാരാളം ഉണ്ട്. അല്ലെങ്കിൽ ബയോളജി പഠിച്ച ആളുകൾ എന്നതിനേക്കാൾ ബയോളജിയോട് താല്പര്യമുള്ള, അതിനോട് പ്രിഫറൻസ് ഉള്ള ആളുകൾക്കുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നമുക്ക് കുറേ കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളാണ്. MBBS, BDS, ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി, ഇങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. ഇതിൽ വളരെ കൃത്യമായ പർപ്പസോടുകൂടി, കൃത്യമായ ബോധത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി സെലക്ട് ചെയ്താലേ ആയുർവേദവും ഹോമിയോയും സിദ്ധയും യുനാനിയും പോലുള്ള കരിയർ ഓപ്ഷൻസിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളിൽ നമ്മൾ ക്ലിക്കാവുള്ളൂ. എന്ന് വെച്ചാൽ പാരമ്പര്യം, അതല്ലെങ്കിൽ നമ്മളുടെ കുടുംബപരമായ ഈ ഫീൽഡുമായിട്ടുള്ള ബന്ധം, അതിനോടുള്ളൊരു റിസർച്ച് ഓറിയൻറ്റഡ് ഇന്നൊവേറ്റീവായ ഒരു പാഷൻ, അതോടൊപ്പം അതിൻ്റെ ഒരു റീച്ച് റിലേറ്റീവ്ലി അലോപ്പതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന രീതിയിൽ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിലേ ഈ MBBS ഒഴിച്ചുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളിൽ ക്ലിക്കാവാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഹിറ്റാവാൻ സാധ്യതയുള്ളൂ. BDSൻ്റെ കാര്യം, BDSന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ബയോ എഞ്ചിനീയറിംഗിലേക്ക്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക്, ജെനറ്റിക്സിലേക്ക്, ബയോടെക്നോളജിയിലേക്ക്, ഇതോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് അത്തരം മേഖലകളിലേക്ക് നമുക്ക് മാറാം. എന്ന് വെച്ചാൽ കുറച്ചൊരു ഡൈവേഴ്സിറ്റി BDS വെച്ചുകൊണ്ട്. പക്ഷേ പ്രൈവറ്റ് തലത്തിൽ 10, 18 ലക്ഷം, 20 ലക്ഷം കൊടുത്തിട്ട് ഈ ഡൈവേഴ്സിറ്റിയിലേക്ക് മാറണോ എന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ ഹയർ ഓപ്ഷൻ മറ്റ് കോഴ്സുകൾ എടുത്തിട്ടും മാറാം എന്നതുകൊണ്ട് BDS സ്പെസിഫിക് ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പാഷനേറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് മെറിറ്റ് ത്രൂ വരുന്നതായിരിക്കും നന്നാവുക. MBBSൻ്റെ കാര്യത്തിലും ആളുകൾ ഒരുപാട് ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആവുമോ ഇല്ലയോ? നോക്ക്, ഞാൻ പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാവരും MBBS ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നീറ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യുന്നു, അതല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുടെ ഒരു മാർക്കറ്റിംഗ് കൊണ്ട് വീണ് പോവുക എന്നതിനപ്പുറത്തേക്ക് റിയലി എന്താണ് ആ ഫീൽഡിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം MBBS സെലക്ട് ചെയ്യാൻ. MBBSന് ഒരു ക്ലിനിക്കലും നോൺ ക്ലിനിക്കലും റിസർച്ച് ഓറിയൻറ്റഡുമായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. MBBS നിന്ന് മൈക്രോബയോളജിയിലേക്ക്, MBBS നിന്ന് ബയോകെമിസ്ട്രിയിലേക്ക് പോലുള്ള നോൺ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ വഴി റിസർച്ചിലേക്ക് വരാം. ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷനിൽ നിന്നും റിസർച്ചിലേക്ക് വരുന്ന ആൾ, ഇപ്പോൾ പീഡിയാട്രിക്സ് എടുത്ത് പീഡിയാട്രിക് ജെനറ്റിക്സിലേക്ക് മാറുന്ന ആളുകൾ, അതുപോലെ തന്നെ റേഡിയോ ഡയഗ്നോസിസ് എടുത്തിട്ട് ഓങ്കോളജി ആയിട്ട് കണക്റ്റഡ് ആയ റിസർച്ചിലേക്ക് മാറുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഓപ്ഷൻസിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം. അത് വളരെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പാഷൻ കൊണ്ട് വേണം അത്തരം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ ഒന്ന്. രണ്ടാമത്തത് അലൈഡ് സയൻസ് കോഴ്സുകളാണ്. സാധാരണ നീറ്റ് പ്രിപ്പയർ ചെയ്ത് നീറ്റ് എഴുതി കഴിഞ്ഞാൽ MBBSും BDSും കിട്ടിയില്ലെങ്കിലും കുറഞ്ഞൊരു മാർക്ക് കൊണ്ട് അത്യാവശ്യം മോശമില്ലാത്തൊരു റാങ്ക് കൺവേർട്ട് ചെയ്ത് കേരളത്തിൽ വരുന്ന ആളുകൾക്ക് അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, ഈ 4 കോഴ്സുകളും സെലക്ട് ചെയ്യും. 4 കോഴ്സുകളുടെയും പ്രത്യേകത പഠിച്ച് പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടുന്ന കോഴ്സ് എന്നതിനേക്കാൾ ഒരു ലോങ് ടൈം ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ ഉണ്ടെങ്കിൽ രസകരമായ വൈവിധ്യങ്ങളിലേക്ക് മാറാം. അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിലേക്ക് മാറാം, റൂറൽ മാനേജ്മെൻറ്റിലേക്ക് മാറാം, പ്ലാന്റേഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ അതിനായിട്ടുള്ള സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ഇന്ത്യയിലുണ്ട്. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി അഗ്രികൾച്ചറിൽ നിന്ന് ഈ പറഞ്ഞൊരു മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക്, ജെനറ്റിക്സിലേക്ക്, പ്ലാന്റ് ജെനറ്റിസ്റ്റിക്സിലേക്ക്, അതുപോലെ തന്നെ ഹെർബൽ സയൻസുമായിട്ട് കണക്റ്റഡ് ആയ ഹയർ ഓപ്ഷൻസിലേക്ക്, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതുമായിട്ട് കണക്റ്റഡ് ആയത്. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഈ ബോട്ടാണിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ, മെഡിസിനൽ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ, ഇപ്പോൾ സിമാപ്പ് ഒക്കെ ഉണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് കുറച്ചുകൂടി ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയ ഏരിയകളിലേക്ക് മാറാം. അഗ്രികൾച്ചർ കഴിഞ്ഞ ഫിഷറീസും ഇപ്പോൾ വെറ്റിനറി എടുത്തിട്ട് ഫാർമക്കോളജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫാർമക്കോളജിക്കൽ റിസർച്ചിൽ വന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ വെറ്റിനറിയിൽ നിന്ന് ജെനറ്റിക്സിലേക്കും, അതുപോലെ തന്നെ വെറ്റിനറിയിൽ നിന്ന് രസകരമായ ബയോളജിക്കൽ ഹയർ ഓപ്ഷൻസിലേക്ക് പോയ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. മാനേജ്മെൻറ്റ് നല്ലൊരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. സ്പെസിഫിക്കായി ക്വസ്റ്റ്യൻ സ്റ്റഡീസ് പോലെ, മാമത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് പോലെ വളരെ പർട്ടിക്കുലറായ റിസർച്ച് ഓപ്ഷൻസിലേക്കും സ്പെഷ്യലൈസേഷനിലേക്കും നമുക്ക് മാറാം. അതുപോലെ ഫിഷറീസും വെറ്റിനറിയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അലൈഡ് സയൻസ് കോഴ്സുകളിൽ ഈ പറഞ്ഞത് നീറ്റ് പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് അത് കൺവേർട്ട് ചെയ്ത് കേരളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇത്തരം കോഴ്സുകളിലേക്ക് പോകും. പക്ഷേ ഇത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ ഒരു കൃത്യമായ പ്ലാൻ, ലോങ് ടൈം പ്ലാൻ നമുക്ക് ഉണ്ടാവണം. ഞാൻ പൊതുവേ കുട്ടികളോട് പറയാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് എന്നെ കാണാൻ വന്ന ഈ അടുത്ത് ഇവിടെ വന്നിരുന്നൊരു കുട്ടിയുണ്ട്. അഗ്രികൾച്ചർ അന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ മെഡിക്കൽ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാതെ
അഗ്രികൾച്ചർ വെച്ചുകൊണ്ട് നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ പോകാൻ പറഞ്ഞു. ആൾ അഗ്രികൾച്ചർ എടുത്തു, റിപ്പീറ്റ് ചെയ്യാതെ അഗ്രികൾച്ചറിൻ്റെ ഒപ്പം തന്നെ ക്യാറ്റ് പ്രിപ്പയർ ചെയ്തു. അതുപോലെ ഇർമയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിൽ പഠിച്ചു. ഇപ്പം 19 lakhs സാലറിയിൽ പ്ലേസ്ഡ് ആയി എന്നാണ് അദ്ദേഹം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. അപ്പം രസകരമായ വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് മാറാം. ഫിഷറീസ് എടുത്തിട്ട് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അത്തരം ഏരിയകളിലേക്ക് മാറാം. അതുപോലെ തന്നെ ഫോറസ്ട്രി എടുത്തിട്ട് നമുക്ക് സാധാരണ വൈൽഡ് ലൈഫ് സയൻസ് പോലുള്ള ഓപ്ഷൻസിലേക്ക് ഫോറസ്ട്രി സർവീസ് എക്സാം എഴുതിയിട്ടും വരാം. അപ്പോൾ ഇത്തരം അലൈഡ് സയൻസ്. പിന്നെ ഉള്ളത് പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന ഏരിയ വേറെ ഉണ്ട്. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളും ഞാൻ മൊത്തത്തിലെല്ലാം, സത്യത്തിൽ നേഴ്സിങ്ങിനൊക്കെ ഒന്നും പാരാമെഡിക്കൽ എന്ന് പറയാൻ പറ്റില്ല, അതൊരു അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാം തന്നെയാണ്. നേഴ്സിംഗ്, ഫാർമസി, ലാബ് ടെക്നോളജി, പാരാമെഡിക്കൽ മൊത്തം പറയുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു 3 കോഴ്സായിട്ട് ഞാൻ പറയുന്നത് അതിനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ 3 കോഴ്സുകളും ജോബ് കിട്ടും. പഠിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ജോലി കിട്ടും. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ബിഫാം കഴിഞ്ഞ ആൾക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോകാം, ജനറ്റിക്സ് പോകാം, ബയോടെക്നോളജി പോകാം, ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി പോകാം. അവർക്ക് വേണമെങ്കിൽ ന്യൂറോ സയൻസിലേക്ക് വരെ മാറാം. ദെൻ അതുപോലെ MLT എടുത്ത ആൾക്ക് ഇമ്മ്യൂണോളജി, വൈറോളജി, പാരസൈറ്റോളജി പോലുള്ളതിലേക്ക് പോവാം. ദെൻ നഴ്സിംഗ് കഴിഞ്ഞാൽ ജനറ്റിക്സിലേക്ക് വരാം, റിസർച്ചിലേക്ക്. രസകരമായ ഓപ്ഷൻ. ടീച്ചിങ് നല്ല ഓപ്ഷനാണ്. ദെൻ അതേ സമയത്ത് അപ്പോൾ ഇതിന് ഡെവലപ്പിംഗ് കരിയർ എന്ന് പറയാം. ഒരേ സമയം അത് പഠിച്ചു കഴിഞ്ഞാൽ വേഗം ജോലിയും കിട്ടും, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും ഉണ്ട്. മറ്റൊന്ന് ഏതാണെന്നറിയോ? കുറച്ച് കോഴ്സുണ്ട്. ഇപ്പോൾ ഈ ഡയാലിസിസ് ടെക്നോളജി, കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ദെൻ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സുകളുണ്ട്. എമർജൻസി കെയർ, റെസിപ്പിറേറ്ററി, ഈ കോഴ്സുകൾ ഒരു പ്രത്യേകത നോൺ ഡെവലപ്പിംഗ് കരിയേഴ്സാണ്. ജോലി കിട്ടും, പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആയതോ ഡൈവേഴ്സ് ആയതോ ഉണ്ടാവില്ല. അത്തരം ഒരു മാറ്റം അത്ര നല്ലതല്ല, നടക്കില്ല. ഇനി വേറൊന്ന് എന്താണ്? സാച്ചുറേറ്റഡ് പ്രോഗ്രാം, അല്ലെങ്കിൽ ടു ബി സാച്ചുറേറ്റഡ് എന്ന് പറയാൻ പറ്റുന്ന ഒപ്റ്റോമെട്രി, ക്ലിനിക്കൽ പെർഫ്യൂഷൻ, ബ്ലഡ് ബാങ്കിങ് ടെക്നോളജി, ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്നൊരു ജോലി കിട്ടൽ അസാധ്യമായിരിക്കും. പലപ്പോഴും സാച്ചുറേറ്റഡ് ആയിരിക്കും, ഓപ്പണിങ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ഫീൽഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ. അതേ സമയത്ത് ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയാൻ പറ്റുന്ന കുറേ ഏരിയകളുണ്ട്. ഉദാഹരണത്തിന് ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, ദെൻ അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകൾ. ഈ കോഴ്സുകൾ പ്രത്യേകത എന്താ? അതും പഠിച്ച പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടുന്നതല്ല, എക്സ്പീരിയൻസ്ഡ് ആയി. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ മിക്കവാറും ചില സ്ഥലങ്ങളിൽ പ്ലേസ്ഡ് ആവാനോ ഇന്റേൺഷിപ്പ് കിട്ടി അതിൽ തന്നെ ജോലിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 2 to 3 years വർക്ക് ചെയ്ത് മാസ്റ്റേഴ്സും കൂടി ചെയ്ത് അതിനൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് ഒരു ഫിനിഷ്ഡ് കോഴ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ രസകരമായ ഓപ്പണിങ്സിലേക്ക് വരാം. ഒരു പ്രാക്ടീസിങ് കരിയർ, ഇപ്പോൾ മെഡിസിൻ ഒന്നും കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാക്ടീസിങ്, നോൺ ക്ലിനിക്കൽ പ്രാക്ടീസിങ് കരിയർ എന്ന നിലക്ക് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ കോഴ്സുകൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, ഒക്യുപ്പേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകൾക്ക് അതിനൊക്കെ ഓരോ മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ സീറ്റ് കിട്ടണമെങ്കിൽ നീറ്റ് അപ്പിയർ ചെയ്യണം എന്നായിരുന്നു ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ ഈ തൽക്കാലത്തേക്ക് ഈ വർഷത്തേക്ക് അത് ഇളവ് കൊടുത്ത് അടുത്ത വർഷം മുതൽ കമ്പൽസറി ആക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ടെസ്റ്റുകൾ എഴുതുക, നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പ്ലാൻ ചെയ്യുക. ദെൻ ഓരോ കോഴ്സിനും അതിന് പറ്റിയ കോമ്പറ്റീവ് എക്സാമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി 11th and 12th കഴിഞ്ഞ് കൃത്യമായൊരു ബ്രേക്കും പ്ലാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ നിന്ന് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്ത് നല്ല കരിയർ ഉണ്ടാക്കാവുന്നതാണ്. ബയോളജിക്കൽ സയൻസിലെ ഈ പ്രൊഫഷണൽ കോഴ്സുകൾ വളരെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്ത് ഏറ്റവും യുക്തമായ തീരുമാനമെടുത്ത് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.